കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്നെയും എന്റെ കുടുംബത്തെയും പിന്നിൽ നിന്ന് കുത്തിയ ഒരാൾ ഈ വീട്ടിൽ ഇനി വേണ്ട. നമ്മൾ പിരിയുകയാണ്, ഡിവോഴ്സ് ചെയ്തുകൊണ്ട്. തൽക്കാലം 1-2 ദിവസം ഞാൻ നിനക്ക് തരും. സ്വന്തം സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ പിരിയുകയാണ്. ദാറ്റ്സ് ഓൾ. ഇത് പിടിച്ചേ. പിടിച്ചിട്ട് തുണി പിടിച്ചോണ്ടിരുന്ന എനിക്ക് കടയിൽ പോണ്ടി സരോജം. ഓ, 1/2 മണിക്കൂർ താമസിച്ചു പോയാലും ആരും മരിക്കൊന്നുമില്ല. പിടിക്കങ്ങോട്ട്. അവിടെ നടക്കും മനുഷ്യ. ഉണങ്ങി വഴിയല്ല. സരോജാന്റി എവിടെ? അവിടെ ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഇതാണ് സ്വീറ്റസ്റ്റ് കപ്പിൾ എന്ന് ഞാൻ പറയും. പ്രത്യേകിച്ചും വയസ്സ് ഇത്രയായിട്ടും ഭാര്യയെ ഇത്തരം ജോലികളിൽ സഹായിക്കുന്ന ശ്രീലക്ഷ്മിയുടെ അച്ഛന് എന്റെ വക ഒരു ബിഗ് ഷേക്ക് ഹാൻഡ്. ഹലോ, നിങ്ങൾ എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? ഞാൻ രേഖയാണ്, നിങ്ങളുടെ മരുമകൻ രവിചന്ദ്രവർമ്മന്റെ അനിയത്തിക്കുട്ടി, മിസ്സിസ് രേഖ രഘുചന്ദ്രവർമ്മൻ. വെറുതെ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. പശ്ചാത്താപം കൊണ്ട് ഇടയ്ക്കിടെ കരച്ചിലും വന്നു. രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ട് തീരുമാനിച്ചതാ ഇവിടെ വന്ന് നിങ്ങളോട് മാപ്പ് പറയണോന്ന്. അയ്യോ മാഡം, മാഡത്തെ പോലെ ഒരാൾ വന്ന് മാപ്പ് പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. തെറ്റ് സരോജത്തിന്റെ കൂടിയാ. അവള് വായി തോന്നി വിളിച്ചു പറഞ്ഞുകൊണ്ടാ എല്ലാം വഷളായത്. അതെ മാഡം, പെട്ടെന്നുണ്ടായ സംഭവത്തിൽ എനിക്ക് മനപ്രയാസം ഉണ്ടായെന്നുള്ളത് ശരിയാ. പക്ഷേ അത് ഇന്നലെ തന്നെ തീർന്നു. അതിന് മാഡം ഇങ്ങോട്ട് വന്ന് മാപ്പ് പറയേണ്ട കാര്യമൊന്നും. നിർത്ത്. ബെസ്റ്റ് ഭാര്യയും ഭർത്താവും. ഞാനൊന്ന് കളിയാക്കിയപ്പോ തന്നെ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങിയല്ലേ. എന്നാലേ മാപ്പും കോപ്പും ഒന്നും പറയാനൊന്നും അല്ല ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്.
എന്റെ അമ്മയെ ഊരു വിലക്ക് കൽപ്പിച്ച് നാട് കടത്തിയവളുടെ അച്ഛനും അമ്മയും വർമ്മൻ വില്ലയിൽ കാലുകുത്താൻ പാടില്ല. ഞാൻ കരഞ്ഞതിന്റെ 10 ഇരട്ടി അവള് കരയുന്നത് എനിക്ക് കാണണം. കാണും ഞാൻ, ഉറപ്പാ. മാഡം, ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അടി വന്നപ്പോ ഓടിയവരാ ഞങ്ങള്, പിന്നാലെ വന്ന് ഇനി ഞങ്ങൾ ഓടിച്ചിട്ടടിക്കണോ? കൊള്ളാം, ആ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തതൊക്കെ അവളാ, ശ്രീലക്ഷ്മി. പക്ഷേ ഇവിടെ കുട കൊണ്ടടിച്ച അവിടെ അവളുടെ നെഞ്ചില് വിള്ളല് വീഴുമെന്ന് ഈ രേഖയ്ക്ക് നന്നായിട്ട് അറിയാം. അതിനാ നേരിട്ട് വന്നതും. മാഡം മതി, ഇനിയും ഇങ്ങനെ ഈ ഗീർവാണ പ്രസംഗം നീട്ടണമെന്നില്ല. ഇന്നലെ ആ പടി ഇറങ്ങുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാ അങ്ങോട്ട് തിരിച്ചൊരു പടികയറ്റമില്ലാന്ന്. അതുകൊണ്ട് ആ വിഷയം കഴിഞ്ഞു. ഇനി വേണമെങ്കിലേ വീടിനകത്ത് കയറിയിരുന്ന ഒരു പാൽക്കാപ്പി ഉണ്ടാക്കി തരും ഈ സരോജം. അതും കുടിച്ചിട്ട് പോവാം മാഡത്തിന്. അതും വേണമെങ്കിൽ മാത്രം വന്നാ മതി, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ വാ മനുഷ്യ, വെറുതെ ഓരോ വേഷം കെട്ടല് കണ്ടു നിൽക്കാതെ. വാ ഇങ്ങോട്ട്. ഒരു നിമിഷം. നിങ്ങളുടെ പാൽക്കാപ്പിയൊന്നും എനിക്ക് വേണ്ട. വേണ്ടത് ഒരു ഫോൺ വിളിയാണ്. എന്റെ ഹസ്ബൻഡ് രഘുചന്ദ്ര വർമ്മനുമായിട്ട് ഒരു ഫോൺ കോൾ. എന്താ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? അതെന്തിനാ മാഡം ഞങ്ങൾ രഘു സാറിനെ വിളിക്കുന്നത്? വിളിച്ചിട്ട് എന്തു പറയാൻ? ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളെ ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഏറ്റവും വേദനിക്കാൻ നിൽക്കുന്നത് അദ്ദേഹം. ചിലപ്പോ അതിനുള്ള ശിക്ഷാവിധിയായിട്ട് എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വരെ രഘുചന്ദ്രവർമ്മൻ തയ്യാറാവും. അതാണ് ഇഷ്യൂ. ഡിവോഴ്സോ? യെസ്. എനിക്കതിൽ വലിയ പേടിയുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ശ്രീലക്ഷ്മിയുടെ അക്കൗണ്ടിൽ രേഖയുടെ പുറത്താക്കൽ എന്റെ ചിന്തകൾക്കും അപ്പുറമാണ്. അത് സംഭവിക്കാൻ പാടില്ല. സമ്മതിക്കില്ല ഞാനത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മാഡം പറഞ്ഞില്ല. സിമ്പിൾ. ചെയ്തു പോയതിൽ പശ്ചാത്തപിച്ച് ഞാൻ ഇവിടെ വന്നെന്നും നിങ്ങളോട് ക്ഷമ ചോദിച്ചെന്നും രഘുവിന് നിങ്ങൾ ഫോൺ ചെയ്യണം. അത് കഴിഞ്ഞ് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണോന്ന്. ഓഹോ, അത് ശരി. അപ്പോ കൈ നനയാതെ മീൻ പിടിക്കാനാണ് മാഡത്തിന്റെ ഈ വരവ്. കൊള്ളാം, അസലായിരിക്കുന്നു. കൂടുതൽ കത്തിക്കയറാൻ വരണ്ട. ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു. അനുസരിക്കാൻ തയ്യാറല്ല എങ്കിൽ അനുഭവിക്കാൻ തയ്യാറായിക്കൂ എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഇതെന്താ, നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്താണോ? തീർച്ചയായും ഭീഷണിപ്പെടുത്തുക തന്നെയാണെന്ന് കരുതാം നിങ്ങൾക്ക്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അറിയാലോ, നിങ്ങൾ ഇവിടെയും മോൾ അവിടെയാണ് ജീവിതം. നാളെ ഒരു നാള് ഗ്യാസ് പൊട്ടിത്തെറിച്ചോ ഷോർട്ട് സർക്യൂട്ട് വഴി കറണ്ട് അടിച്ചോ ശ്രീലക്ഷ്മിക്ക് വല്ലതും പറ്റിയ എന്നെ പറഞ്ഞേക്കരുതെന്ന് അർത്ഥം. അടങ്ങി നിക്ക പെണ്ണുമ്പിള്ളേ. നോക്ക്, പറയുന്ന സ്ഥലവും പറയുന്ന ആളെയും അറിയാലോ. ഈ നീരേറ്റ് കോളനിയിൽ സുദർശന്റെ വീട്ടിനടുത്ത് വന്ന് വർമ്മൻ വില്ലയിലെ രേഖ രഘുചന്ദ്ര വർമ്മനാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചതിൽ നിന്ന് ഒരു വാക്കോ ഒരു ഫുൾ സ്റ്റോപ്പോ മാറിയ വർമ്മൻ വില്ലയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ തണുത്ത് വിറങ്ങലിച്ച് കിടക്കും നിങ്ങളുടെ ശ്രീലക്ഷ്മി. രവിചന്ദ്രവർമ്മന്റെ ആദ്യ ഭാര്യ പോയ സ്ഥലത്തേക്ക് രണ്ടാം ഭാര്യയും പോകണമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിച്ചാ മതി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ.
ബാംഗ്ലൂരിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് തിരുമേനി പറഞ്ഞ വ്രതമൊക്കെ ചെയ്തു തുടങ്ങാം. ശ്രീലക്ഷ്മിക്കും രേഖയ്ക്കും 4 വെള്ളിയാഴ്ചകളായിട്ട് പൂർത്തിയാക്കേണ്ടതാ. ആ ഒരു മാസത്തേക്ക് പൂർണ്ണമായും ഭർത്താവിൽ നിന്ന് അകന്നു കഴിയണം. എല്ലാ വെള്ളിയാഴ്ചയും അതിരാവിലെ അമ്പലത്തിൽ പോയി പൂജകൾ ചെയ്യണം. ഈശ്വര, സാറുമായിട്ട് കൂടുതൽ അടുക്കാന്ന് ഞാൻ കരുതി. ഈ സമയത്ത് അകന്നു കഴിയാന്ന് പറഞ്ഞ അമ്മ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ. ശ്രീലക്ഷ്മി വ്രതം പിടിച്ചോളൂ. അർച്ചന, സാർ, മുകളിലെ ഏതെങ്കിലും ഒരു റൂം ക്ലീൻ ചെയ്ത് കൊടുക്കണം. ശ്രീലക്ഷ്മിയും അനിയത്തിക്കുട്ടിയും അങ്ങോട്ട് മാറിക്കോളൂ. ശരി സാർ. എങ്ങോട്ട്? രേഖ മാഡം വ്രതം പിടിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് വ്രതം പിടിക്കുന്നില്ല. അതെന്താ മോളെ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ? അതെ അമ്മേ, എനിക്കറിയാം. എങ്കിലും ഈ സമയത്ത് വ്രതം പിടിച്ചാൽ ശരിയാവില്ല. അതാ. ശ്രീലക്ഷ്മി, ഇതിലിനി വലിയ വലിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണമെന്നുമില്ല. ഇന്ന് തന്നെ മാറിക്കിടന്നോളൂ. ഞാൻ മാറി താമസിക്കണമെന്ന് സാറിന് എന്താ എത്ര നിർബന്ധം? മനസ്സർപ്പിച്ചുള്ള ഈശ്വര ഭക്തിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. അതിന് തനിക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? പഴയ ഭക്തിയും ബഹുമാനവും ഒന്നും ഇപ്പൊ ഇല്ല അല്ലേ? രവി, ശ്രീലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? താല്പര്യത്തിന്റെ കാര്യമല്ല അമ്മേ. കുറച്ചു നാളത്തേക്ക് ഭർത്താവുമായിട്ട് പിരിഞ്ഞു കഴിയരുതെന്നാ ഈശ്വരമ്മ പറഞ്ഞിരിക്കുന്നത്. ഒരു കുഞ്ഞുണ്ടാവേണ്ട സമയമായതിനാൽ അകന്നു കഴിയുന്നത് നല്ലതല്ലാന്ന്. അങ്ങനെ അകന്നു കഴിഞ്ഞാൽ വലിയ ആപത്തുകൾ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വ്രതം ഇപ്പൊ വേണ്ടെന്ന് വെക്കാം. എന്താ അമ്മേ ഏട്ടത്തിയമ്മ ഇപ്പൊ സ്വകാര്യമായിട്ട് പറഞ്ഞത്? അങ്ങനെ എല്ലാവരോടും പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പിന്നെ സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യം എന്താ? എന്തായാലും പൂജയും വഴിപാടൊന്നും വേണ്ടാന്ന് വെച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം. ഇനി ഈ വീട്ടിൽ ദൈവാനുഗ്രഹം ഉണ്ടാവും. ഉണ്ടായിരുന്ന ഒരു ദുഷ്ടശക്തി പോയ സ്ഥിതിക്ക് മുഖം തിരിച്ചിരുന്ന ഈശ്വരൻ ഇനി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കും. രഘു ഇപ്പൊ പറഞ്ഞത് എന്റെ അമ്മയെ പറ്റിയാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ എന്തിനെങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്? മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ പറഞ്ഞത്. അല്ല രേഖ, രാജലക്ഷ്മി എന്താ ആരോടും യാത്ര പോലും പറയാതെ പോയത്? പോയ കാരണമൊന്നും അറിയണ്ട. ഇനി വരാനുള്ള കാരണം ഉണ്ടാക്കാതിരുന്നാ മതി. ചേട്ടായിയുടെയും ഏട്ടത്തിയമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ വരുന്നത്? അല്ല, എന്താ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അയ്യോ, പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നുപോയല്ലോ. മോൾ എന്താ ഓർമ്മിപ്പിക്കാതിരുന്നേ? ആ ഡേറ്റ് ശ്രീലക്ഷ്മിക്കറിയാൻ വഴിയില്ലമ്മേ. അല്ല, ശ്രീലക്ഷ്മി തിരികെ വന്നതിന് ശേഷം പല ഡേറ്റുകളും ഓർമ്മയില്ല. ഒരു തവണ പറഞ്ഞു കൊടുത്താൽ മനസ്സിലുണ്ടാവും. ഞാനതങ്ങ് വിട്ടും പോയി. ഞാൻ മറന്നിട്ടൊന്നും ഇല്ലായിരുന്നു അമ്മേ. വിവാഹ വാർഷിക ദിവസം എവിടെങ്കിലും യാത്ര പോണെന്ന് സാറിനോട് പറയാനിരിക്കായിരുന്നു ഞാൻ. ഇനിയിപ്പോ സ്ഥലം ഫിക്സ് ചെയ്താ മതി. നമുക്ക് തേക്കടി പോ. ഒറ്റയ്ക്കങ്ങ് പോയാ മതി. ഇത്രയും നല്ല രാജ്യങ്ങളുള്ളപ്പോ തേക്കടിയും കൊണ്ട് വന്നേക്കുന്നു. എങ്കി പിന്നെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാൻ പോവാം. രഘു കുറച്ചു നേരം ആ വായ നടച്ചു വെക്കോ. എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാം. യാത്രയൊന്നും ഇവിടെ ആരും പോകുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം. അതാണ് ശരി. എവിടേക്കെങ്കിലും പോവാ മാത്രല്ലോ. അതാണ് ശരി. യാത്രയൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ആവാലോ മോളെ. അതെ, അമ്മ പറഞ്ഞതാണ് ശരി.
എന്ത് ശരിയെന്ന്? ആദ്യം രഘു എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. അതെ, നിങ്ങൾ രണ്ടുപേരും പറയുന്നതാണ് ശരി. അമ്മ പറഞ്ഞതുപോലെ എല്ലാരും വിളിച്ചൊരു പാർട്ടി നടത്താം. എന്നിട്ട് രേഖാ മാഡത്തിന്റെ ഇഷ്ടം പോലെ ഒരു യാത്രയാവാം. ആ, ഏട്ടത്തി പറഞ്ഞതാണ് ശരിയായ കാര്യം. ആ, അപ്പോ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിക്കാം. പാർട്ടിയും യാത്രയൊന്നും വേണ്ട രൂപ. എന്തിനാ വെറുതെ വെഡിങ് ആനിവേഴ്സറിക്ക് നടത്തി എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്? വേണം. ഇതിനാർക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ? അതൊന്നും പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തുന്നത്? ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സർ? നമ്മുടെ സന്തോഷങ്ങളിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നു. അതല്ലേ അതിനർത്ഥവും? ഞാൻ എന്തു പറഞ്ഞാലും താൻ തർക്കവും കൊണ്ടുവരുന്ന എന്തിനാ? ഞാൻ എന്ത് തർക്കിച്ചു? മതി, നിങ്ങൾ രണ്ടാളും നിർത്ത്. രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ഈ വരുന്ന വെഡിങ് ആനിവേഴ്സറി വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ആഘോഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിലാർക്കും ഒരെതിരഭിപ്രായവും വേണ്ട. രഘു, അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നാളെ തന്നെ തുടങ്ങിക്കോളൂ. നല്ലൊരു ഹോളും ബുക്ക് ചെയ്തേക്ക്. ശരിയമ്മേ, ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ. ചേട്ടായി പറഞ്ഞതാണ് ശരി. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് പ്ലാൻ ചെയ്യാലോ. കഴി നിക്കവിടെ. ഇവിടുന്ന് മുൻവാതിൽ വരെ പുറത്ത് അധികം ആരും രാഗസുതയെ തടയില്ല. ഒന്നോ രണ്ടോ പേര് തെറ്റിത്തിരിഞ്ഞു വന്നാൽ രാഗസുത തന്നെ കൈകാര്യം ചെയ്താൽ മതി. എങ്ങോട്ടാ? Oh